ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ വേഗം ഒരു റിവ്യൂ ഞാൻ പറയാം. ഇപ്പോൾ ഇത് ആമസോണിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിരുന്ന ഒരു ഷീറ്റാണ്. ഇത് സ്മോൾ സൈസാണ്. ഇതിപ്പോൾ ഒരു ക്യുക്ക് ഡ്രൈ ഷീറ്റ് പോലത്തെ ഷീറ്റാണ്. നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോഴാണെങ്കിലും കുഞ്ഞിന് യൂറിൻ പാസ് ചെയ്യുമ്പോഴാണെങ്കിലും താഴെയുള്ള ബെഡൊന്നും നനയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ഷീറ്റാണ്. പിന്നെ നമുക്ക് ഡയപ്പർ ചേഞ്ചിങ് ഒക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമുക്കിത് ഔട്ട്ഡോറൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. അങ്ങനെ കണ്ടപ്പോഴാണ് ഞാനിത് മേടിച്ചത്. ഇത് ആക്ച്വലി ഞാനിതൊക്കെ ആദ്യമായിട്ട് മേടിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ഞാൻ സിംഗിളായിട്ടാണ് മേടിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സാറ്റിൻ മിക്സഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ പുറമേ ഉള്ളത്. ഇതിൻ്റെ പ്രിൻറ്റ്സൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ പുറമേ നമുക്ക് ഒരു കുറച്ച് ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയൽ തോന്നുന്നുണ്ട്. ഇവരിത് പറയുന്നത് ശരിക്കും 4 ലെയർ പ്രൊട്ടക്ഷൻ എന്നൊക്കെയാണ് ഇവർ ഇതിൻ്റെ കവറിൽ പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ 4 ലെയർ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇത് അത്ര മോശമൊന്നുമല്ല. പിന്നെ ഇതിങ്ങനെ കളർ പോകുമെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. പിന്നെ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യേണ്ടി വരും. മെഷീൻ വാഷ് അത്ര സേഫ് അല്ല എന്ന് തോന്നുന്നു. പെട്ടെന്ന് ഡാമേജസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സോഫ്റ്റാണ്. കുഞ്ഞിന് കിടക്കുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നില്ല. പിന്നെ നമുക്കിത് മഴക്കാലമായതുകൊണ്ട് വലിയ ചൂടെടുക്കുമെന്നുള്ള പേടിയും വേണ്ട. താഴേക്ക് മൂത്രം പോകാൻ ചാൻസ് ഇല്ല. അത്യാവശ്യം കട്ടിയുണ്ട് ഇതിൻ്റെ. ഈ ഒരു ബാക്കിലെ ആ ഒരു പോർഷൻ അത്യാവശ്യം കട്ടിയുള്ള പോർഷനാണ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. സ്റ്റിച്ചിങ് ഒക്കെ പോയിട്ടുണ്ട്. ഇതിൻ്റെ പ്രിൻറ്റിങ് നല്ലതാണ്. പിന്നെ ഇതൊക്കെ നമുക്കൊരു 1 p കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഇതൊക്കെ വാഷ് ചെയ്തില്ലെങ്കിൽ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരെണ്ണം മേടിച്ചത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിനേക്കാൾ സൈസ് കുറച്ചുകൂടെ ചെറുതായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ ഒരു തരം പോളിസ്റ്റർ പോലത്തെ മെറ്റീരിയലാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്പോഞ്ചും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവർ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. കണ്ട, ഇതും ഒരു നമ്മുടെ പ്രൊട്ടക്ടറിനൊക്കെ കാണുന്ന പോലത്തെ ഒരു വളരെ പോളിസ്റ്ററായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷേ ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ പുറമേ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നൂലൊക്കെ പൊന്തുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് മെറ്റീരിയൽ വൈസ് ഞാനത്ര സാറ്റിസ്ഫൈഡ് ആയില്ല ഗൈസ്. അപ്പോൾ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഞാൻ മിക്കവാറും ഞാനൊന്ന് റിട്ടേൺ ചെയ്യും. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. മറ്റേത് ഞാൻ ഇവിടെ കീപ്പ് ചെയ്യും. കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. മേ ബി ഇതിൻ്റെ 1-2 ഷീറ്റും കൂടി നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുള്ളായിരിക്കും ഞാൻ വിചാരിക്കുന്നു. എനിക്ക് മറ്റേ പ്രൊട്ടക്ടറിനേക്കാളും എനിക്ക് ഇതുപോലത്തെ ഐറ്റംസാണ് ഇഷ്ടം. പ്രൊട്ടക്ടർ ഒരു പെട്ടെന്ന് നാശമാവുന്ന ചെയ്തൊരു സംഭവമാണ്. അതുകൊണ്ട് എനിക്ക് അതിനേക്കാൾ കുറച്ചും കൂടി ഇതാണ് ഗുഡെന്ന് തോന്നിയത്. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോസായിട്ട് വേഗം വരാം. അപ്പോൾ താങ്ക് യു ഗൈസ്. പ്ലീസ് ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ്. ബൈ.